സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന LP-ST റാങ്ക് ഹോൾഡർമാർ അവർ കൂട്ട നിരാഹാരത്തിലേക്ക് കൂടി പോവുകയാണ് കേട്ടോ. സമരപ്പന്തലിൽ എത്തുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്ന് ആരംഭിക്കുന്ന അനിശ്ചിതകാല കൂട്ട നിരാഹാര സമരത്തിന്റെ ഭാഗമാകും. ഉദ്യോഗാർത്ഥിയായ വളർമതിയുടെ നിരാഹാര സമരം ഇന്നിപ്പം 8ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടം കൂടിയുണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിന്റെ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ പ്രതിഷേധം കുറച്ച് ദിവസമായിട്ടുണ്ട്. ആ പ്രതിഷേധത്തെ കുറച്ചധികം കടുപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഒരു നല്ല തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന പ്രതീക്ഷയോടെ. ഗുഡ് മോർണിംഗ് സേതു. നീതിക്കായിട്ട് ഒരു ജോലിക്കായി LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം ഇന്ന് 32ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ സംഘടനാ നേതാവായ വളർമതി നയിക്കുന്ന നിരാഹാര സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ജോലിക്കായിട്ട് ഇന്ന് ഈ ഒരു സമരത്തെ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് കൂട്ട ഉപവാസത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഈ സമരപന്തലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2025 മെയ് 31-നാണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. മെയിൻ ലിസ്റ്റിൽ ഏകദേശം 6125 ഉദ്യോഗാർത്ഥികളാണ് ഉള്ളത്. കൂടാതെ ഈ 14 ജില്ലകളുടെയും കണക്കെടുക്കുമ്പോൾ ഈ ഒരു വർഷവും 2 മാസവും പിന്നിടുമ്പോൾ കേവലം 239 നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത് 109 നിയമനങ്ങൾ ഈ പറയുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടേതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നീതി അവർക്ക് ലഭിച്ചില്ല, നിയമനങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്ന വിഷമം. കൂടാതെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 4825ഓളം പേർക്ക് നിയമനം ലഭിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ 14 മാസത്തിനുള്ളിൽ 239 നിയമനങ്ങൾ മാത്രം നടന്നത്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം 4 ജില്ലകളിൽ ഒന്നാം റാങ്കുകാരന് പോലും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഒന്നാം റാങ്കുകാരന് പോലും ഇതുവരെയും നിയമനം ലഭിക്കാത്തത്. സർക്കാർ ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോഴും നടപടികളിൽ മെല്ലെപ്പോക്ക് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമരപ്പന്തലിൽ ഒരു ഉദ്യോഗാർത്ഥി ആര്യ ഉണ്ട്. ആര്യ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഈ സമരം ഇത്രയും കടുപ്പിക്കാൻ തീരുമാനിച്ചത്? ഇപ്പോൾ നമ്മുടെ സമരം ഇന്ന് 32ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നമ്മുടെ വളർമതി ടീച്ചർ ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ഇപ്പോൾ ഈ ഒരു മാസം പിന്നിടുമ്പോഴും, ഈ സമരം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു നീക്കുപോക്ക് എന്ന് നമുക്ക് എടുത്ത് പറയാം. ഇങ്ങോട്ട് വന്നൊരു ഇടപെടൽ എന്ന് പറയാവുന്നത് ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് കൊടുത്തയച്ച ഒരു കത്താണ്. അപ്പോൾ ഈ കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമരം അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്കിത് പഠിക്കാൻ 2 മാസം സമയം വേണം എന്നതാണ്. ഈ ഒരു ഞങ്ങളിവിടെ 32 ദിവസമായിട്ട് ഇവിടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന് കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടക്കുന്നതിനും, അല്ലെങ്കിൽ വളർമതി ടീച്ചർ 8 ദിവസമായിട്ട് വെള്ളം പോലും ഇല്ലാതെ ഇവിടെ കിടക്കുന്നതിനും ഒരു പരിഹാരം അതിൽ ഞങ്ങൾ കണ്ടില്ല. ഇപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന 2 മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കത്തിലൂടെ അറിയേണ്ട ആവശ്യമില്ല. കാരണം നിരാഹാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഞങ്ങളത് നേരിട്ട് അറിഞ്ഞ കാര്യമാണ്. ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് 2 മാസം സമയം ഞങ്ങൾക്ക് പഠിക്കാൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇതേ കാര്യം ഒരു കത്തിലൂടെ അറിയിച്ചു എന്നൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ട് സേതു, ഇത് തന്നെയാണ് സർക്കാർ നടപടികളിലെ മെല്ലെപ്പോക്ക് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് നീതി തേടിയുള്ള ഒരു പോരാട്ടമാണ്. നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ അത്രയും വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നത്. അവർ